ശ്രീനാഥ് ബാസി ആൻഡ് പ്രയാഗ മാർട്ടിൻ. ഇതില് ഈ ബാസി ബോയ്, നമ്മുടെ ശ്രീനാഥ് ബാസിയെ പറ്റി പണ്ട് തൊട്ടേ ഉള്ള ഒരു കിംബദന്തി ഒന്നും അല്ല, ബാസി ബോയ്ക്ക് ഒരു പേരുള്ളതാണ്. ബാസി ബോയ് ഇച്ചിരി ലഹരി വസ്തുക്കളുടെ ഒക്കെ ഒരു ഐറ്റം ആണ്, ഇച്ചിരി ഉപയോഗമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ സിനിമ ഇൻഡസ്ട്രിയിലും പുറത്ത് നമ്മൾ സാധാരണക്കാരുടെ ഇടയ്ക്കും ഒക്കെ പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയം ഞാൻ എടുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഇന്നലെ നമ്മുടെ ഓം പ്രകാശ് എന്ന് പറയുന്ന ഒരു ഗുണ്ട നേതാവിനെ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ വെച്ച് അറസ്റ്റ് ചെയ്തു. അപ്പം അറസ്റ്റ് ചെയ്തപ്പോൾ ഈ അണ്ണൻ്റെ എന്തോ കൊക്കൈനോ ഇങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്, പിന്നെ കുറെ കള്ളും കുപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ അണ്ണനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം പോലീസുകാർ കൊണ്ടുപോയി കോടതിയിലൊക്കെ എത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അണ്ണൻ ഇന്ന് മുട്ടുപോലെ ജാമ്യം എടുത്ത് അണ്ണൻ പോയി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ ബാസി ബോയ്, ശ്രീനാഥ് ബാസിയുടെയും പ്രയാഗ മാർട്ടിൻ ചേച്ചിയുടെയും പേരുകൾ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതായത് ഇന്നലെ ആ ഒരു ഹോട്ടൽ റൂമിൽ ഇവർ രണ്ടുപേരും വന്ന് പോയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പോലീസുകാർ ഏതാണ്ട് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പൊ അതിനെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. അപ്പൊ ആദ്യമേ നിങ്ങൾ ഈ ഒരു വാർത്ത കാണുക, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ പ്രയാഗ മാർട്ടിൻ ചേച്ചിയാണ് സത്യം പറഞ്ഞ ഇപ്പൊ ശരിക്കും കയറിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കമന്റ് ബോക്സിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ്. കാരണം കുറച്ചായിട്ട് ചേച്ചിയുടെ ഒരു ചേച്ചിയുടെ ഹെയർ സ്റ്റൈല്, ചേച്ചിയുടെ ഡ്രസ്സിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ആദ്യം ചേച്ചിക്കെതിരെ ഇങ്ങനെ ഒരു കേസ് വന്ന ഉടനെ തന്നെ ആൾക്കാരുടെ കമന്റ്, നീ ഇങ്ങനെയൊക്കെ നടക്കുന്നവരല്ലേടി, അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു നീ ഇതൊക്കെ ഉപയോഗിക്കുന്ന ഒരാളാണ്, ഇങ്ങനെയുള്ള കുറച്ച് കമന്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങളെ വാർത്ത ഒന്ന് കാണും, എന്നിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഭവ്യ, ഇന്നലെ വൈകുന്നേരമായിരുന്നു ഓം പ്രകാശിനെ കൊച്ചിയിലെ ആഡംബര ഹോട്ടലിൽ നിന്നും ലഹരി കൈവശം വെച്ചതിനും അമിതമായി മദ്യക്കുപ്പികൾ കൈവശം വെച്ചതിനും മരട് പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തത്. അതിനുശേഷം അല്പസമയത്തിന് മുൻപാണ് ഓം പ്രകാശിനെയും ഒപ്പം ഉണ്ടായിരുന്ന ഷിഹാസിനെയും പോലീസ് കോടതിയിൽ ഹാജരാക്കിയത്. എന്തായാലും കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ ഓം പ്രകാശും സുഹൃത്തും ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്താൻ പോലീസിനായിട്ടില്ല എന്ന കോടതി നിരീക്ഷണം നടത്തിയതിനു ശേഷമാണ് ഓം പ്രകാശിന് കോടതി ജാമ്യം, ഓം പ്രകാശിനും സഹപ്രവർത്തകനും കോടതി ജാമ്യം അനുവദിച്ചത്. പക്ഷേ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതരമായിട്ടുള്ള പരാമർശം. അതായത് സിനിമാ മേഖലയിലെ രണ്ടുപേരുടെ പേരുകൾ, ഒന്ന് ശ്രീനാഥ് ബാസി, മറ്റൊന്ന് പ്രയാഗ മാർട്ടിൻ, ഇവരെ രണ്ടുപേരുടെയും പേരുകൾ ഈ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. അതായത് 20ഓളം പേർ ഇന്നലെ ഓം പ്രകാശിന്റെ ആഡംബര ഹോട്ടൽ കാണാനായി എത്തിയിരുന്നു. അതിൽ 2 സിനിമാ താരങ്ങളുണ്ട്. ഇവർ രണ്ടുപേരും ഓം പ്രകാശിനെ കാണാനായി റൂമിൽ എത്തിയിരുന്നു. പക്ഷെ ഇവരെന്തിനാണ് മുറികളിൽ എത്തിയതെന്ന് അന്വേഷണ സംഘത്തിന് വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇനി ഓം പ്രകാശിന്റെ ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണോ, ഇവരിൽ നിന്നും ലഹരി വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണോ ഈ സിനിമാ താരങ്ങൾ അവിടെ എത്തിയത് എന്നുള്ളൊരു സംശയം കൂടി അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്. അതിനാൽ ഈ രണ്ടുപേരെയും വിശദമായി ചോദ്യം ചെയ്യണം എന്നുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓം പ്രകാശിനും ഒപ്പം ഉണ്ടായിരുന്ന ഒന്നാം പ്രതി ഷിഹാസിനും ജാമ്യം നൽകരുതെന്നായിരുന്നു പോലീസ് നൽകിയ കോടതിയെ അറിയിച്ചിരുന്നത്. പക്ഷേ ഓം പ്രകാശുകാരൻ തിരുവനന്തപുരത്തു നിന്നാണ് ഈ ഗുണ്ട പരിപാടിയൊക്കെ അണ്ണൻ തുടങ്ങിയെന്നാണ് അറിയാൻ സാധിച്ചത്. ഇപ്പൊ കൊച്ചി വരെ എത്തി. കാസർഗോഡ് എത്തുന്നതിന് മുന്നാണ് അണ്ണനെ പോലീസുകാർ ഇപ്പൊ തൂക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ കുറച്ച് കൊക്കൈനും കള്ളും ഒക്കെ ആയിട്ട് തൂക്കി. പക്ഷെ ജയിലിൽ പോലും അണ്ണൻ കയറിയില്ല. കാരണം കോടതി നോക്കിയപ്പോഴത്തേക്ക് ഇവന്മാരെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് തെളിയുന്നത് ഇപ്പൊ അവര് ഈ സാധനം ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ലഹരിയുടെ പുറത്തൊന്നും അല്ല അവർ എന്നുള്ളൊരു കാര്യം തെളിഞ്ഞുകൊണ്ട് തന്നെ അവന്മാരെ ജാമ്യത്തിന് അങ്ങ് വിട്ടു. കാരണം നമ്മുടെ ഒരു സിസ്റ്റം അങ്ങനെയാണ്, നമ്മുടെ നിയമം അങ്ങനെയാണ്, അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ അകത്ത് പിടിച്ചിട്ടേനെ. ഇപ്പം അവരുടെ ദേഹത്തുനിന്നൊന്നും അങ്ങനെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ ടെസ്റ്റ് വല്ലതും ചെയ്ത് നടന്ന് കാണും. പക്ഷെ എൻ്റെ ഒരു അറിവിൽ ടെസ്റ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല സമയം എടുക്കത്തില്ലേ ഇവര് ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്താണെങ്കിലും ചേട്ടന്മാരെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് ജാമ്യത്തില്. പക്ഷേ റിമാൻഡ് റിപ്പോർട്ട് പോലീസുകാർ കൊടുത്തപ്പോഴാണ് അവർ അന്വേഷിച്ച് കാണുമല്ലോ, എന്തായാലും പോലീസുകാർ തിരക്കി കാണും. ഹോട്ടലിലെ ലൂബയിൽ ചെക്കൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ അവിടെ വന്നവരുടെ ഈ രജിസ്റ്ററിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇവരുടെ റൂമിൽ പ്രയാഗ മാർട്ടിൻ, അതുപോലെ തന്നെ നമ്മുടെ ബാസി കുഞ്ഞിരാമൻ ഒക്കെ വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ പോലീസുകാർ കണ്ടുപിടിച്ചു. അവർ റിമാൻഡ് റിപ്പോർട്ടിൽ അത് എഴുതി വെച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വാർത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ അധികം വൈകാതെ ഇവരെ രണ്ടുപേരെയും, പ്രയാഗ മാർട്ടിനെയും, മാർട്ടിൻ ചേട്ടന്റെ മോളെയും, അതുപോലെ തന്നെ നമ്മുടെ ബാസിക്കുട്ടനെയും പോലീസുകാർ വിളിച്ച് ചോദ്യം ചെയ്യും എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. സോ വോട്ടെവർ ഇങ്ങനെയുള്ളൊരു സംഭവം നടന്നിട്ടുണ്ട്.
ഈ അടുത്ത കാലമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഈ അടുത്ത് സിനിമ ഇൻഡസ്ട്രിക്ക് വളരെ മോശം സമയമാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ കേസുകളാണ് ഇൻഡസ്ട്രി ബേസ് ചെയ്ത് വരുന്നത്. ഒന്ന് EMR റിപ്പോർട്ട് മറ്റേ വന്നപ്പോഴത്തേക്ക് കുറെ അങ്ങനെ പീഡനം അതങ്ങോട്ട് മാറിയപ്പോഴത്തേക്ക് ഇനി അടുത്തത് എന്താണോ വരാനിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ ബാസിയുടെ, ഞാൻ ആദ്യം പറഞ്ഞ കണക്ക് തന്നെ ബാസിയുടെ കാര്യം പണ്ട് തൊട്ടേ സിനിമ ഇൻഡസ്ട്രിയിൽ പല ആളുകൾ പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണക്കാരുടെ ഇടയ്ക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് ഇവൻ ഇതാണോ എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് ബാസി എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോഴോ ഒക്കെ അവൻ അതിന്റെ പുറത്താണ് എന്നുള്ള ഒരുപാട് കിംവദന്തികൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ പ്രയാഗ മാർട്ടിന്റെ കേസ് വരുമ്പോഴാണ് കുറച്ച് ആളുകൾ മറ്റേ കനത്ത രീതിയിലുള്ള കമന്റുകൾ ഇടാൻ തുടങ്ങിയിട്ടുള്ളത്. അത് പ്രത്യേകിച്ച് പ്രയാഗ മാർട്ടിൻ, നമ്മൾ പ്രയാഗ മാർട്ടിനെ സിനിമയിൽ കാണുന്നത് ഒരു നായികയായിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു നാട്ടിൻ പുറത്തെ പെണ്ണ്, ആ ഒരു മൂഡിലൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പടം നമ്മുടെ സാഗർ എലിയാസ് ജാക്കി ലാലേട്ടന്റെ പടത്തിലങ്ങാണ്ട് ചെറിയൊരു വേഷം ചെയ്താണ് വന്നത് എന്നൊക്കെ, ഒരു കുഞ്ഞ് പെൺകുട്ടി. പക്ഷെ അതിനുശേഷം നായികയ്ക്കായി വന്നപ്പോഴത്തേക്ക് ഒരു നാട്ടിൻ തനിമയൊക്കെ ഉള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് നമ്മൾ കണ്ട് തുടങ്ങിയത്. അത് സിനിമയിലാണെങ്കിലും ശരി, അതല്ലാതെ പുറത്ത് ലൈക്ക് പബ്ലിക്കിലേക്ക് പ്രയാഗ മാർട്ടിൻ വരുമ്പോഴും അവൾ കുറച്ച് നാടൻ ചുരിദാറൊക്കെ ഇട്ട് അങ്ങനെ ഒരു സ്റ്റൈലിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ കുറച്ച് കാലമായിട്ട് ലൈക്ക് മൊത്തത്തിൽ ഒരു ആറ്റിറ്റ്യൂഡും അവളുടെ ഒരു ക്യാരക്ടർ മാറിയെന്ന് നമുക്ക് വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആദ്യം പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ സംസാരിക്കുന്ന രീതിയും ഈ അടുത്തായിട്ട് വരുമ്പോൾ ഉള്ള ഒരു സംസാര രീതിയൊക്കെ ടോട്ടലി മാറി. അത് ലൈക്ക് ക്യാരക്ടർ മാറിക്കൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഒരാള് ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് അവരുടെ ക്യാരക്ടർ, അവരുടെ സ്വഭാവം, സംസാരം എല്ലാം മാറും. അത് വേണം, അതിനകത്ത് ഞാനൊരിക്കലും കുറ്റം പറയത്തില്ല. പക്ഷെ കുറെ ആളുകൾ അതിനെ കുത്തിപ്പിടിച്ച് വലിച്ചു കീറുന്നത് ഞാൻ കണ്ടു. അതുപോലെ തന്നെ പ്രയാഗയുടെ ഒരു ഹെയർ സ്റ്റൈൽ ഇടയ്ക്ക് മാറ്റി കുറച്ച് ജങ്കിയായി. ലൈക്ക് എന്താണ് ഒരുപാട് ഞാൻ പ്രയാഗയുടെ ഇൻസ്റ്റാഗ്രാം നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് ട്രാവൽ ചെയ്യുന്ന വാരണാസി അങ്ങനെയുള്ള കുറെ ട്രാവൽ പരിപാടികളൊക്കെ കണ്ടു. കുറച്ചൊരു ജങ്കി മനുഷ്യ ഒരു അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഒരു പാറ്റേണിലേക്ക് പ്രയാഗ മാറി. അതുപോലെ തന്നെ ഡ്രസ്സിങ്, ഇപ്പൊ പുറത്ത് പബ്ലിക്കിലേക്കൊക്കെ വരുമ്പോഴാണെങ്കിലും ഡ്രസ്സിങ് സ്റ്റൈൽസ് ആണെങ്കിലും ശരി, സംസാര രീതി, ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് പ്രയാഗ അങ്ങനെയാണ്, അവളെ കണ്ടില്ലേ, അവൾ അങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നു, അവൾ അതാണ് എന്നൊക്കെ പറയുന്ന കുറെ പേരെ ഞാൻ കണ്ടു. ഇത് പറയും, പക്ഷെ ഇത് പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം അങ്ങനെയാണ്, അങ്ങനെ പറയുക തന്നെ ചെയ്യും. പക്ഷെ അതുകൊണ്ട് മാത്രം ഒരാൾ ഈ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട് എന്ന് എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ഒരിക്കലും അത് പറയില്ല. കാരണം ഈ നാട്ടിലുള്ള പല മാന്യന്മാരായിട്ടുള്ള ചിലർക്ക് ഈ മുടിയും താടിയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്നോട് ഈ ഒരു സാധനം ചോദിക്കും. പക്ഷെ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള പരിപാടികൾ കൂടുതലും ചെയ്യുന്നത് ഏറ്റവും ഡീസൻ്റായി വെൽ എക്സിക്യൂട്ടീവ് ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുന്ന ചേട്ടന്മാരാണ് എന്നുള്ളൊരു സത്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ഈ ഗുണ്ടാത്തലവന്റെ ഫോട്ടോയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. എന്ത് നീറ്റാണ് പുള്ളിയെ കണ്ടാ പറയും ഒരു ഗുണ്ടാത്തലവനാണ്, ഇത്രയും മറ്റേ കൊക്കൈനും പിന്നെന്താണ് ഇത്രയും കള്ളും കൊണ്ടൊക്കെ നടക്കുന്നവനാണെന്ന്. ഇല്ല, അത്രേ ഉള്ളൂ. ഒരാളുടെ ഡ്രസ്സിങ്ങും ഒരാളുടെ സംസാരം കണ്ടിട്ട് മാത്രം അയാളൊരു ഇതുപോലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് നമ്മൾ പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇച്ചിരിയൊക്കെ അതിനകത്ത് കാണും. കാരണം എനിക്ക് തോന്നുന്നു ലൈക്ക് ഈ ഒരു സാധനങ്ങൾ ഉപയോഗിക്കാതെ തന്നെ ആൾക്കാർ മുന്നോട്ടുള്ള ജീവിതത്തിൽ വരും വർഷങ്ങളിൽ ഒരു വ്യക്തി, ഇപ്പം ഞാനാണെങ്കിലും ശരി, ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന പോലെയോ അല്ലെങ്കിൽ എൻ്റെ ഈ ഒരു കോലം പോലെയോ ആയിരിക്കില്ല. ചിലപ്പോൾ ഒരു 2, 3, 4, 5 വർഷം കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ സംസാരിക്കുന്നതും ഇരിക്കുന്നതും ഒന്നും മനസ്സിലായില്ലേ. ചിന്താഗതികൾ ചിലപ്പം സെയിം ആയിരിക്കും, പക്ഷെ ചില ആളുകളുടെ ചിന്താഗതിയും മാറാറുണ്ട്. എൻ്റെ കാര്യത്തിൽ എനിക്ക് അറിയില്ല, എൻ്റെ ചിന്താഗതി ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ പ്രയാഗ മാർട്ടിൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് ലൈക്ക് ഇതാണ് എല്ലാവരും നോക്കുന്ന ഒരു കാര്യം. ഇതാണ്, ഈ പെൺകുട്ടി ഇങ്ങനെ നടന്നതല്ലേ, ഇത്ര നാളം തനിമയൊക്കെ പിടിച്ച് പെട്ടെന്ന് എന്താണ് ഇവളിങ്ങനെ, ഇവളുടെ സംസാര രീതി, ഇവളുടെ മുടിയുടെ സ്റ്റൈല്, ഇവൾ ഡ്രസ്സിങ് കണ്ടില്ലേ, സോ അവൾ ഇതൊക്കെ ചെയ്യുന്നവളാണ് എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, അങ്ങനെ അത് കണ്ടിട്ടുള്ള ഒരു മറ്റേ എഴുതിത്തള്ളലിനോട് ഞാൻ നിൽക്കുന്നില്ല. എന്തായാലും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നാണല്ലോ കേട്ടത്. അപ്പൊ വിളിക്കട്ടെ, വിളിച്ചു കഴിയുമ്പോഴും ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത് വിളിച്ചു, അവര് സംസാരിക്കും, അതിന്റെ പേരും പറഞ്ഞ് ഇവരെയൊക്കെ പിടിച്ച് അകത്തോട്ടിടുമെന്നൊന്നും എനിക്ക് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു കേസിന്റെ പുറത്ത് ഇപ്പം ശ്രീനാഥ് ബാസിയും അല്ലെങ്കിൽ മാർട്ടിൻ ചേട്ടന്റെ മോളെയൊക്കെ പിടിച്ച് അകത്തോട്ട് ഇടുമെന്ന്? എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും അങ്ങനെ ഇടാനാണെങ്കിൽ നേരത്തെ തന്നെ നമ്മുടെ ബാസിയൊക്കെ ഇടേണ്ട ഒരുപാട് പരിപാടികൾ നടന്നിട്ടുണ്ട്, മനസ്സിലായില്ലേ? ആ സമയത്തൊന്നും പിടിച്ചിട്ടിട്ടില്ല. പിന്നെയാണോ ഇപ്പോ? എനിക്കറിയില്ല. പിന്നെ ആ റൂമിൽ വന്നതിന് അവർക്ക് ഇനി വേറെ എന്തെങ്കിലും കാരണങ്ങൾ പറയാനുണ്ടോ? അതൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വേറെ എന്തിനാണ് ഒരു ഗുണ്ടാത്തലവന്റെ റൂമിലോട്ട് വേറെ, അതോ അവന്റെ കയ്യിൽ ഈ സാധനങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് വേറെ ഇപ്പൊ എന്താ സിനിമയുടെ കാര്യം ചർച്ച ചെയ്യാനായിട്ട് ഗുണ്ടാ നേതാവിന്റെ അടുക്ക് വരുമോ? എനിക്കറിയില്ല. പിന്നെ കാണും ചിലപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാനോ ഉപയോഗിക്കാൻ എന്തെങ്കിലും ആയിരിക്കും, നമുക്കറിയില്ല, നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇല്ലാതെ വെറുതെ അങ്ങോട്ട് തള്ളിക്കയറി വരേണ്ട കാര്യം അവർക്കില്ല. തെളിയട്ടെ, പോലീസുകാർ അന്വേഷിക്കട്ടെ.
അല്ലാതെ നമുക്ക് കൂടുതലൊന്നും പറയാൻ പറ്റില്ല. അതാണ് സത്യം, അതാണ് സത്യാവസ്ഥ. സത്യമൊന്നുമല്ല, അതാണ് സത്യാവസ്ഥ. ഞാൻ പറഞ്ഞതിനോട് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. പ്രത്യേകിച്ച് പ്രയാഗ മാർട്ടിൻ്റെ കേസിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇങ്ങനെയൊക്കെ ഒരാളെ നമ്മൾ പറയുന്നത് ശരിയാണെന്ന്? ഈ ഒരു ഡ്രസ്സിങ് മാത്രം കണ്ട് പറയുക.